കത്തിച്ചേക്ക്. എന്താ പറഞ്ഞ? മുഴുവൻ കത്തിച്ചേക്കാൻ. 50 ഏക്കറി നമ്മളുണ്ടാക്കിയ ലങ്കയുടെ സെറ്റ് മുഴുവൻ കത്തിച്ചേക്കാനോ? നമ്മളിപ്പോ ലങ്കാദഹനം സീനല്ലേ എടുക്കാൻ പോകുന്നത്. അപ്പൊ ഹനുമാൻജിയുടെ വാലിന് തീ കൊടുത്തേക്ക്. മൊത്ത ലങ്കയെ നിന്നം കത്തട്ടെ. സാർ. എന്താ? പിന്നെ ഞാൻ ഈ കാളകളുടെ മുകളിൽ നിന്നുകൊണ്ട് വരുന്നൊരു സീനില്ലേ, ഈ കാളകളുടെ കൊമ്പിൽ തീയൊക്കെ വെച്ച്, ആ കാളകളൊക്കെ റെഡിയായോ? അതല്ല, നമുക്ക് ഈ കാളകളെ VFX-ൽ ചെയ്തെടുത്താൽ പോരെ? എന്തിന്? വെറുതെ കാശ് കളയാനായിട്ട് VFX. നമുക്ക് റിയൽ കാളകൾ തന്നെ മതി. താനൊരു കാര്യം ചെയ്യും, അവിടെ കാളകൾ നിൽപ്പുണ്ട്, പിന്നെ മണ്ടയ്ക്ക് കയറാനേ പ്രാക്ടീസ് ചെയ്യും കേട്ടോ. അടുത്ത് തന്നെ ഏത് ഡാം പൊട്ടിക്കുമെന്ന്. ഈ സോങ് സീക്വൻസ് ഒക്കെ എപ്പോഴെടുക്കുന്നത്? ഏത് സോങ്? അല്ല, ഈ ശ്രീവല്ലിയെ കണ്ടുമുട്ടുന്ന സീനിന് ശേഷം ഒരു പാട്ട് വെച്ചാൽ അടിപൊളിയായിരിക്കും. ഏത് ശ്രീവല്ലി? ശ്രീവല്ലിയൊക്കെ ഒഴിവാക്കി. ആ ക്യാരക്ടർ ഇല്ലെങ്കിലും ഈ കഥയ്ക്ക് വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നു. അതിനൊരു കാര്യം ചെയ്യും, അവിടെ ചന്ദനത്തടി കിടപ്പുണ്ട്, അതെടുത്ത് പൊക്കാനേ പ്രാക്ടീസ് ചെയ്യും. അതിനത് തെർമോക്കോൾ അല്ലേ, അതിനെനിക്ക് പ്രാക്ടീസ് ഒന്നും വേണ്ട. തെർമോക്കോളോ? അത് ഒറിജിനൽ രക്തചന്ദനമാണ്. ഏകദേശം ഒരു 200 കിലോ എങ്കിലും വരും. ആദ്യം പോയിട്ട് അത് എടുക്കാൻ പഠിക്കും, എന്നിട്ട് വേണം നമുക്ക് മല കയറാൻ പഠിക്കാൻ. ഇങ്ങനെയാണെങ്കിൽ ഷൂട്ട് കഴിയുമ്പോൾ എൻ്റെ കൈ പൊങ്ങത്തില്ലടാ. എവിടെ നമ്മുടെ ലാൽ സാർ? എന്തേ സാറ്? ഹോസ്പിറ്റലിലാണ്. ഹോസ്പിറ്റലോ? എന്നാ പറ്റി? അയ്യോ, അറിയത്തില്ലേ? സാറിനെ കൊണ്ട് ഒറിജിനൽ പുലിയായിട്ട് ഫൈറ്റ് ചെയ്യിപ്പിച്ചിട്ട് ആ പുലിയാണെങ്കിൽ സാറിന്റെ പുറം ബന്ധം ബാധി പൊളിച്ചിട്ടേക്കുക. കംപ്ലീറ്റ് ആക്ടർ ഇപ്പോൾ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റില്. എന്നാ പിന്നെ ഡിസ്ചാർജ് ചെയ്തിട്ട് ബാക്കി എടുക്കാല്ലേ? എനിക്ക് പറ്റത്തില്ല. അതെന്നാ കാര്യം? ശരിയാ, സാർ കഥ നരേറ്റ് ചെയ്തപ്പോൾ ഞാൻ മൃഗങ്ങളിലൂടെ ജമ്പ് ചെയ്യുന്ന ഒരു സീനുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. ഇവിടെ വന്നപ്പോഴല്ലേ ഒറിജിനൽ മൃഗങ്ങളോടാ ഞാൻ ചാടേണ്ടത് മനസ്സിലായി. എനിക്ക് പറ്റൂല്ലോ. അതെന്റെ ഈ ഒറിജിനൽ മൃഗങ്ങളിലൂടെ ആ കൂട്ടിൽ നിന്നാലേ ചാടുമ്പോൾ ഒരു ഇമ്പാക്ട് സ്ക്രീനിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ്. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് പറ്റൂല. ആ ചാറിനോട് വല്ലതും പറ, ഞാൻ പോവാ. എന്റെ പോവല്ലേ? നമുക്ക് ഈ 2 പാർട്ട് 3 പാർട്ട് പിന്നെ സസ്പെൻസ് പരിപാടികളൊന്നും വേണ്ട. ഞാൻ ആദ്യം സ്ക്രീനിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ കോർട്ട് റൂം സീനാണ്. വരുണിൻ്റെ ബോഡി അല്ല അവിടെ കുഴിച്ചിട്ടെന്ന് ജഡ്ജി പറയുന്ന സീൻ. അതിനുശേഷം കാണിക്കുന്നത് ആ പെൺകുട്ടി ആ ഒരു ഇവൻറ്റിന് പോകുന്ന ഒരു സീനാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ജോർജ് കുട്ടി വരുണിൻ്റെ ബോഡി ആ ഒരു പോലീസ് സ്റ്റേഷനിൽ അവിടെ കുഴിച്ചിട്ടിട്ട് നടന്നിറങ്ങി വരുന്നതായിട്ടാണ്. അതിനുശേഷം ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവരെല്ലാം ധ്യാനത്തിന് പോയിട്ട് ആ ധ്യാനം കൂടുന്ന ഷോട്ടുകളാണ്. അതിനുശേഷം വരുന്നത് നമ്മുടെ സഹദേവൻ്റെ ക്യാരക്ടർ ഒരു മഞ്ഞ വണ്ടി കാണുന്നൊരു സീനുണ്ട്. അതാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ദൃശ്യം എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്തതിന് ശേഷം ജോർജ് കുട്ടിയുടെ വീടുകളിൽ വന്ന ആ വീട്ടിൽ വന്ന മാറ്റം, ജോർജ് കുട്ടി എന്ന് പറയുന്ന ക്യാരക്ടർ വന്ന മാറ്റം, അതൊക്കെയാണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം വരുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് അവരത് തെളിവ് ശേഖരിക്കാനായിട്ട് അവിടെ വരുമ്പോൾ ആ കുഴിക്കകത്തു നിന്നൊരു കാളക്കുഞ്ഞിനെ കിട്ടുന്ന ആ ഒരു സീനാണ് കാണിക്കുന്നത്. സിനിമയുടെ ക്ലൈമാക്സിൽ ഞാൻ കാണിക്കുന്നത് ജോർജ് കുട്ടിയുടെ ആ ഒരു കേബിളിൻ്റെ ആ ഒരു ഷോപ്പ് ഉണ്ടല്ലോ, അവിടെ നിന്ന് വീട്ടിലേക്ക് സൈക്കിളിൽ വരുന്നതായിട്ട് കാണിക്കുന്നു. അവിടെയായിരിക്കും ദി എൻഡ്. സാർ, നമ്മൾ അടുത്തെടുക്കാൻ പോകുന്നത് ഏത് സീനാണ്? നമുക്കാദ്യം ആ രാമസേതുവിൻ്റെ സീൻ എടുക്കുക. അപ്പോൾ നമുക്ക് ഗ്രീൻ മാറ്റ് സെറ്റ് ചെയ്യാമല്ലേ? എന്തിന്? തനിക്ക് അറിഞ്ഞൂടെ, എനിക്ക് ഈ ബ്ലൂ മാറ്റും ഗ്രീൻ മാറ്റും ഒക്കെ കാണുന്നേ കലിയ. അപ്പോൾ പിന്നെ ഇതെങ്ങനെ എടുക്കും? എന്നാ ചോദ്യം. നമുക്ക് റിയലായിട്ടൊരു രാമസേതു അങ്ങ് ഉണ്ടാക്കാം. രാമസേതു റിയലായിട്ടാ? ഇന്ത്യൻ കോസ്റ്റ്ലിൽ നിന്ന് ശ്രീലങ്കയിലോട്ട് ഏകദേശം എത്ര ഡിസ്റ്റൻസ് വരും? അത് ഏകദേശം 10-40 കിലോമീറ്റർ വരും. അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് രാമസേതു അങ്ങ് ഉണ്ടാക്കാം. അതിന് കാര്യം ചെയ്യും, എൻ്റെ കാര്യങ്ങളൊക്കെ പോയി നോക്കും കേട്ടോ. ജഡായൻ്റെ കോസ്റ്റ്യൂം ഇട്ടാനെ എന്നെ കാണിക്കുക. അത്രയൊന്നും പറഞ്ഞാൽ പോരാ, കുറച്ചുകൂടെ പറക്കണം. അതിന് കാര്യം ചെയ്യും. അതുകൊണ്ട് അതിൻ്റെ മണ്ടയ്ക്കൊന്നും എടുത്ത് ചാട്. അത് നമുക്ക് കറക്റ്റായിട്ട് സ്വിങ് കിട്ടും. പോയി പ്രാക്ടീസ് ചെയ്യും. എന്താ പറഞ്ഞേ? ഇതിലൊരു ഏലിയൻ്റെ പോർഷൻ ഉണ്ടല്ലോ. ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ഒറിജിനൽ ഏലിയനെ അടുത്ത പ്ലാനറ്റിൽ നിന്ന് ഞാൻ വിളിച്ചിട്ടുണ്ട്. പുള്ളി ഒന്ന് ചെയ്തോളൂ. വിജയ് റെഡിയല്ലേ? അതെ നൻപ. ഏത് സീനാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്? അത് നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്നത് പാർത്ഥിവൻ എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ഇൻട്രോ സീനാണ്. ഓക്കെ. അവിടെ തന്നെ ഒരു പട്ടി നിൽക്കുന്നത്. ഏത് പട്ടി? ആ പട്ടി? അയ്യോ, അത് പട്ടിയല്ല, ഹൈനയാണ്. ആ ഹൈനയായിട്ടാണ് വിജയ് ഇപ്പോൾ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. എന്താ പറഞ്ഞേ? ഞാൻ പാർത്ഥിവൻ ഇൻട്രോ എന്ന് പറഞ്ഞില്ലേ, അത് ഈ ഹൈനായിട്ടുള്ള ഫൈറ്റാണ്. നമ്മൾ VFX യൂസ് ചെയ്യാത്തതുകൊണ്ട് ഒറിജിനൽ ഹൈനായിട്ട് വേണം വിജയ് ഫൈറ്റ് ചെയ്യാൻ. അല്ല നൻപ, ഈ സിനിമയൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഇലക്ഷന് നിന്നിട്ട് തമിഴ്നാടിൻ്റെ CM ആകാനുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ വേണം. അതിനൊക്കെ ഒരുപാട് സമയമുണ്ടല്ലോ. ഇപ്പോൾ പോയിട്ട് ഹൈനായിട്ട് ഫൈറ്റ് ചെയ്യും. അതൊരു സോഷ്യൽ ആനിമലാ, ഒന്നും ചെയ്യൂല. ഈ കേരളം മുഴുവൻ മുക്കാൻ ഏകദേശം എത്ര ലിറ്റർ വെള്ളം വേണ്ടി വരും?